ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലത്തിനിടയിൽ ദജ്ജാലിനേക്കാൾ ഭയാനകമായ ഒരു ഫിത്ന ഉണ്ടാവുകയില്ല എന്ന് പുണ്യ റസൂൽ. അതുകൊണ്ടാണ് അവൻ ഇറങ്ങുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് അത്തഹിയ്യാത്തിൽ ഓടാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് എത്രയായിരിക്കും? കാരണം ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളും ഒരു കാലഘട്ടത്തിലുണ്ടായ കുഴപ്പങ്ങളൊക്കെ എത്ര വലുതാണ്. അതെല്ലാം ദജ്ജാലിന്റെ കുഴപ്പത്തിലേക്ക് ചേർത്താൽ അതെല്ലാം നിസ്സാരമായിരിക്കും എന്ന് പുണ്യ റസൂൽ. ഈ ഒറ്റക്കണ്ണിനെ കുറിച്ച് ഭയപ്പെടുത്തി പറയാത്ത, തന്റെ ജനത്തെ ഭയപ്പെടുത്തി പറയാത്ത, ഭയപ്പെടുത്തി അറിയിക്കാത്ത ഒരു പ്രവാചകൻ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രയും ഭയാനകമാണ് അവന്റെ ഫിത്ന, അത്രയും ഭയാനകമാണ്. ഒരു പ്രഭാതത്തിൽ പുണ്യ റസൂൽ ഞങ്ങൾക്ക് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്നു. ശബ്ദം താഴ്ത്തിയും പറഞ്ഞു, ഇടയ്ക്കിടെ ശബ്ദം ഉയർത്തിയും പറഞ്ഞു. മെല്ലെ ഒരു ഉമ്മത്തിനെ ഒരു സ്വകാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ പുണ്യ റസൂൽ. അത്രയും ഗൗരവമാണ്. ചില കാര്യത്തിന് അങ്ങനെയാണല്ലോ, ഓരോരുത്തരോടും കാര്യം വിശദമായി ഒറ്റക്ക് പറഞ്ഞ് പഠിപ്പിക്കും പോലെ ഇടക്കിടക്ക് നബി ശബ്ദം ഉയർത്തും, ഇടയ്ക്ക് ശബ്ദം താഴ്ത്തും. അങ്ങനെ ശബ്ദം ഉയർത്തിയും താഴ്ത്തയും ഒരു കാര്യ ഗൗരവം, ഒരു പട്ടാള ഓഫീസർ തന്റെ പട്ടാളക്കാരെ ഒരു ഗൗരവം പഠിപ്പിക്കുന്നത് പോലെ പുണ്യ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആംഗ്യവും ഈ രീതിയും ഒക്കെ കണ്ടപ്പോ അവൻ ഇവിടെ അടുത്തെവിടെയോ മറഞ്ഞു നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. ഒരാള് തൊട്ടടുത്തുള്ള കേൾക്കാതിരിക്കാൻ വേണ്ടി ഗൗരവമായി പറയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. ഈ മതിലിനപ്പുറത്ത് ആ തോട്ടത്തിൽ എവിടെയോ അവൻ മറഞ്ഞു നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി എന്ന് സ്വഹാബികൾ പറയും. അങ്ങനെ ഈ വൈകുന്നേരം ഞങ്ങൾ നബിയുടെ അടുത്തേക്ക് ചെന്നു. ആ പ്രസംഗം കഴിഞ്ഞു. ഞങ്ങൾ വൈകുന്നേരം വീണ്ടും നബിയെ സമീപിച്ചു. രാവിലത്തെ പ്രസംഗത്തിന്റെ ഒരു വിഷമം ഞങ്ങൾക്കുള്ളത് പോലെ പുണ്യ റസൂൽ മനസ്സിലാക്കി. ഫഖാല, രാവിലത്തെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചതാണ്. ആ പ്രസംഗം ഞങ്ങളിൽ വീണ്ടും എന്തോ ഒരു വിഷമം സൃഷ്ടിക്കുന്നത് പോലെ പുണ്യ റസൂലുള്ളാഹി വൈകുന്നേരം ഞങ്ങളെ കണ്ടപ്പോൾ മാനസിക വിഷമം ഞങ്ങളെ മുഖത്ത് പ്രതിഫലിച്ചു കണ്ടു. അപ്പോൾ ചോദിച്ചു, ഫമാ ഷൈനുക്കും, എന്താ നിങ്ങൾക്ക് ഒരു തളർച്ച ബാധിച്ചവരെ പോലെ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ പ്രഭാതത്തിൽ പുണ്യ റസൂലെ നിങ്ങൾ ദജ്ജാലിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു. ഈ ഈത്തപ്പനയിൽ എവിടെയോ കൂട്ടത്തിന് എവിടെയോ അവൻ മറഞ്ഞു നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. അതാണ് ഞങ്ങളുടെ മനോവിഷമം. അത്രയും ഭയാനകമാണ്. അവൻ അടുത്തിട്ടുണ്ട്, അവൻ ഇവിടെ എവിടെയുണ്ട് എന്ന് പോലും ഞങ്ങൾക്ക് ആ വിശദീകരണം കേട്ടപ്പോൾ തോന്നിപ്പോയി. അതാണ് ഞങ്ങൾക്ക് ബാധിച്ച മനോവിഷമവും ക്ഷീണത്തിന്റെയും കാരണം. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ദജ്ജാലിനെ ഒന്നല്ല എനിക്ക് പേടി, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ശേഷം ഏറ്റവും പിഴപ്പിക്കുന്ന നേതാക്കൾക്ക് നിങ്ങൾ വഴിപ്പെട്ടു പോകലായിരിക്കും. ദജ്ജാലിന് പ്രശ്നമാക്കേണ്ടയില്ല എന്ന് പുണ്യ റസൂൽ. പ്രശ്നമാക്കണ്ട. എന്താണ് ഞാൻ പറഞ്ഞു നടത്തുന്നറിയോ? ഞാനുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളൂ ദജ്ജാലിന്. ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ ഖലീഫ ഉണ്ടാവും, അയാൾ നോക്കും. നിങ്ങൾ അയാളിലേക്ക് ചേർന്നാൽ മതി, പ്രശ്നമാക്കണ്ട. ആ സന്ദർഭത്തിലാണ് അത് പറഞ്ഞത്. ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നേതാക്കന്മാർ. ദജ്ജാൽ ഏറ്റവും ഭീകരനാണ്. ഞാനുള്ള കാലത്താണ് അവൻ വന്നതെങ്കിൽ നിങ്ങളിലേക്ക് വരാതെ അവനെ തടയുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ പേടിക്കണ്ട. ഇനി ഞാൻ ഇല്ലാത്ത കാലത്താണെങ്കിൽ എന്റെ ഒരു ഖലീഫ വരുന്നുണ്ട്. ഏതൊരു മുസ്ലിമിനും അള്ളാഹു പകരക്കാരനാക്കി കൊടുക്കുന്ന ഒരാൾ വരാൻ പോകുന്നുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദില്ല ഇമാം മഹ്ദി. ഇമാം മഹ്ദി എന്റെ ഖലീഫ ഉണ്ട്. ഹബീബായ നബി പറയാൻ എന്റെ ഖലീഫ ഉണ്ട്. ആ ഖലീഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖലീഫത്തുല്ലാഹി ഫിൽ അർള് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സയ്യിദുനാ ഇമാം മഹ്ദി റളിയല്ലാഹു. സുബ്ഹിയുടെ നേരത്താണ് സയ്യിദുനാ ഈസ ഇറങ്ങി വരിക. സുബ്ഹിന്റെ ബാങ്ക് ഇങ്ങനെ കൊടുക്കും. ഡമസ്കസിലാണ് പറഞ്ഞത്. അപ്പോൾ ഡമസ്കസിൽ ഉണ്ടായിരിക്കും, ഡമസ്കസ് പള്ളിയിൽ ഉണ്ടായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇഖാമത്ത് കൊടുക്കും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ സാധാരണയായി പള്ളിയിൽ ഇമാമത്തിന് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു നേരെ പിന്നാക്കം പോകും. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ തോളിൽ ഇങ്ങനെ കൈവക്കും. മുന്നിലേക്ക് നിൽക്ക്, നിങ്ങൾ ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇഖാമത്ത് കൊടുത്തത്, അടുക്കൽ നിൽക്ക്. അപ്പോൾ എല്ലാവരും പറയും, നിങ്ങൾ ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാക്കിലേക്ക് നിന്നതാണ്. അപ്പം ബഹുമാനപ്പെട്ടവർ പറയും, ഇമാമുക്കും ഖൈറുലക്കും, നിങ്ങളെ ഇമാമാണ് നിങ്ങൾക്ക് ഏറ്റവും യോഗ്യൻ എന്ന്. ഞാൻ ബാക്കിൽ നിസ്കരിക്കുന്നു. ആദ്യത്തെ നിസ്കാരം മഅ്മൂമായി നിസ്കരിക്കും. ആര്? സയ്യിദുനാ ഈസ. ഈ ആളെ പറ്റിയാണ് റസൂലുള്ളാഹി എൻ്റെ ഖലീഫ എന്ന് പറഞ്ഞത്. അത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുമാണ്. അങ്ങനെ രണ്ട് കബീലയുണ്ട് മുസ്തഫ നബിക്ക്, ഹസനി കബീലയും ഹുസൈനി കബീലയും. ഉമ്മയും ബാപ്പയും ഹസനിയും ഹുസൈനിയും ആയ ആളാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഖിയാമത്ത് നാൾ ഉണ്ടാകാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരികയും മുസ്ലിമീങ്ങൾക്ക് ഇമാമാക്കുകയും ചെയ്യുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ. ഹസൻ വഴി വരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദില്ല ഇമാം മഹ്ദി റളിയല്ലാഹു. ഞാനുണ്ടെങ്കിൽ ഞാൻ തടഞ്ഞോളൂ, നിങ്ങൾ എന്നിലേക്ക് ചേർന്നാൽ മതി. ഞാൻ ഉണ്ടാവില്ല എങ്കിൽ പിന്നെ ആരുണ്ടാവും? എന്റെ ഖലീഫയുണ്ടാവും.
ആ ഖലീഫ തടയും, പേടിക്കേ വേണ്ട എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കേണ്ടത് അൽ അഇമ്മത്തുൽ മുളില്ലൂന, ജനങ്ങളെ പിഴപ്പിക്കാൻ നടക്കുന്ന നേതാക്കളെയാണ് മുസ്ലിം സമുദായം അവസാന കാലഘട്ടത്തിൽ പേടിക്കേണ്ടത് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുടിച്ചുരുളുകളുള്ള ഒരാളാണ് ദജ്ജാൽ. ഐനുഹു ത്വായിഫ, ഒരു കണ്ണിന്റെ അവിടെ ഉണ്ട് ഇറച്ചി കഷ്ണം. ആരെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടിയാലോ ഫൽയഖ്റ അലൈഹി ഫവാത്തിഹ സൂറത്തുൽ കഹ്ഫി, അൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് ഓതിയാൽ മതിയാവും എന്ന് പുണ്യ റസൂൽ. ആരെ ദജ്ജാലിനെ കണ്ടാലും ആരും പേടിക്കണ്ട. അൽ കഹ്ഫ് ഓടുന്ന വെള്ളിയാഴ്ചക്ക് പ്രത്യേകത, വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. വെള്ളിയാഴ്ചയാണ് ആദം നബിയെ പഠിച്ചിട്ടുള്ളത്. ആദം നബിയെ പഠിച്ചതും സ്വർഗത്തിലാക്കിയതും പുറത്താക്കിയതും ഭൂമിയിലാക്കിയതും എല്ലാം വെള്ളിയാഴ്ചയാണ്. അതേപോലെ തന്നെ ഭൂമിക്ക് മുകളിലുള്ള ഏത് മനുഷ്യനും ഏത് ജീവിക്കും വെള്ളിയാഴ്ചയെ പേടിയാണ്, മനുഷ്യനും ജിന്നിനും ഒഴികെ ഏതൊരു ജീവിയും വെള്ളിയാഴ്ചയെ പേടിക്കുന്നു. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ കന്നുകൂട്ടുന്ന കാലത്ത് പോലും വെള്ളിയാഴ്ച കന്നുകൂട്ടില്ല. വെള്ളിയാഴ്ച എല്ലാവർക്കും പേടിയാണ്. ഷാമിന്റെയും ഇറാഖിന്റെയും ഇടയിലുള്ള ഒരു പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് അവൻ പുറപ്പെടുക. അവൻ നടക്കുന്ന വലഭാഗത്തും അവൻ നടക്കുന്ന ഇടഭാഗത്തും ഫിത്നയെ പരത്തും. അവന്റെ രീതിക്കെതിരാണ് മോമിനന്റെ രീതി. അമിൻ ഫിത്നത്തിൽ മഹ്യ മിൻ ഫിത്നത്തിൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് വലഭാഗത്തേക്കും സലാം പറയും. ഇതാണ് മുസ്ലിമിന്റെ രീതി. നേരെ ദജ്ജാലിന് എതിരാണ് മുസ്ലിം. ദജ്ജാൽ വലഭാഗത്തും ഫിത്ന ഉണ്ടാക്കും. മുസ്ലിം ദജ്ജാലിന്റെ പേര് പറഞ്ഞ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയും. അവന്റെ പ്രധാന ആരാധനയിൽ അവൻ വലഭാഗത്തും ഇടഭാഗത്തും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവനാണ് ദജ്ജാൽ. ദജ്ജാലിന്റെ പേര് പറയുന്ന അത്തഹിയാത്തിൽ അത് പറഞ്ഞ ഉടനെ പറയണ്ട, ഫിത്ന ഉണ്ടാക്കല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാമത്താണ്. ഫിത്നയും സലാമത്തും നേരെ എതിരാണ്. എവിടെ സലാമത്തുണ്ടോ അവിടെ ഫിത്ന ഉണ്ടാവില്ല, എവിടെ ഫിത്ന ഉണ്ടോ അവിടെ സലാമത്ത് ഉണ്ടാവില്ല. ഫിത്നയുടെ ആളാണ് ദജ്ജാൽ, സത്യന്റെ ആളാണ് മുഅ്മിനായ മനുഷ്യൻ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, കം ലബ്സുഹു ഫിൽ അർദി, അവൻ എത്ര കാലമായിരിക്കും ഭൂമിയിൽ വന്ന താമസിക്കുക ജീവിക്കുക എന്ന് ഞങ്ങൾ പുണ്യ നബിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 40 യൗമാൻ, 40 ദിവസമായിരിക്കും. വർഷം പോലെയുള്ള ദിവസം, മാസം പോലെയുള്ള ദിവസം, ആഴ്ച പോലെയുള്ള ദിവസം. അപ്പൊ എത്രയായി? 40 ദിവസത്തിൽ ഒരു ദിവസം ഒരു വർഷം പോലെ, ഒരു ദിവസം ഒരു മാസം പോലെ, ഒരു ദിവസം ഒരു ആഴ്ച പോലെ, അയ്യാമിക്കും. ബാക്കിയുള്ള ദിവസം നിങ്ങൾ സാധാരണ ദിവസം പോലെ. പക്ഷെ ഇവിടെ സ്വഹാബികൾക്ക് ഒരു ഡൗട്ട് വന്നു. ദിവസത്തിന്റെ ഭയാനകത കൊണ്ടാണോ അതല്ല അതിന്റെ ദൈർഘ്യം കൊണ്ടാണോ ഇവിടെ ഒരു സന എന്ന് പുണ്യ റസൂൽ പറഞ്ഞത്? അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ആ ദിവസം ഞങ്ങൾക്ക് ഒരു ദിവസത്തെ നിസ്കാരം മതിയാവുമോ? ഫഖാലില്ല, അത് മതിയാവില്ല. ഫഖ്ദറുലഹു ഖദ്റഹു, ഒരു കൊല്ലത്തിന്റെ നിസ്കാരത്തിന്റെ സാധാരണ ടൈമുകൾ ഇടവിട്ട് കണക്കാക്കിയത് നിങ്ങൾ ഒരു കൊല്ലത്തിന്റെ നിസ്കാരവും ഒറ്റ ദിവസം നിസ്കരിക്കണമെന്ന് പുണ്യ റസൂൽ. അപ്പൊ ഇതിന് നമുക്കൊരു ആശയം മനസ്സിലാവുന്നുണ്ട്, ദിവസത്തിന്റെ ഭയാനകതയല്ല. ഉദാഹരണം, ഒരു മനുഷ്യൻ സക്രാത്തിന്റെ ഹാലിൽ കിടക്കുന്ന മനുഷ്യനെ ദീർഘമായ സമയം തോന്നും. വളരെ കുറഞ്ഞ നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളും. അവന്റെ കുടുംബത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ മനസ്സിലാക്കും, അവന്റെ സ്വർഗവും മനസ്സിലാക്കും, നരകത്തിൽ കിടക്കുന്നവരെ മനസ്സിലാക്കും, അവൻ നരകത്തിൽ കിടക്കുന്ന ഏതും മനസ്സിലാക്കും. ഈ പെരുവിരലിൽ നിന്ന് ആ കണ്ണിലേക്ക് റൂഹ് കയറുന്ന സമയത്തിനുള്ളിൽ അല്ലാഹു സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതല്ല ഈ പറഞ്ഞത്, അത് കുറഞ്ഞ സമയത്തെ ദീർഘമാക്കൽ അതല്ല. ഇത് വലിയ ഒരു ദിവസം തന്നെ, നേരം വെളുക്കൂല്ല, അങ്ങനെ കഴിഞ്ഞോടും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നബിയെ യാ റസൂലല്ലാഹ് വമാ ഇസ്റാഉഹു ഫിൽ അർളി, ഭൂമിയിൽ അവന്റെ യാത്ര, അവന്റെ ശീഘ്രത, അവൻ എത്ര പെട്ടെന്നാണ് അവൻ യാത്ര ചെയ്യുക എന്ന് പുണ്യ റസൂലിനോട് ഞങ്ങൾ ചോദിച്ചു. കാറ്റ് അടിച്ചു കൊണ്ടുപോകുന്ന മഴയെ പോലെ ആയിരിക്കും ദജ്ജാൽ എന്ന് പുണ്യ റസൂൽ. അത്രയും ഭയാനകമായ ഫിത്നകൾ അവൻ ഭൂമിയിൽ ഉണ്ടാക്കും. അവനൊരു സമൂഹത്തിന്റെ അരികിൽ ചെല്ലും, ആ സമൂഹം അവനെ കൊണ്ട് വിശ്വസിക്കും. അവർക്ക് വേണ്ടി അവൻ ആകാശത്തോട് കൽപ്പിക്കും, അപ്പോൾ ആകാശം അവൻ മഴ പെയ്യിപ്പിച്ചു കൊടുക്കും. കഴിവൊക്കെ ആരുടേത് തന്നെ. അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാം. ഇവിടെ ചോദിക്കേണ്ടതേ ഇല്ല, അവിടെ സംശയിക്കേണ്ടതേ ഇല്ല. അതൊക്കെ അങ്ങനെ നടക്കും. നടക്കുന്നിടത്ത് മുഴുവനും ശൈത്താൻ നടക്കും. ഈ കഴിവ് ശൈത്താൻ ആര് നൽകി? അള്ളാഹു നൽകി. അപ്പോൾ ഇപ്പോഴും കഴിവിന്റെ കാര്യത്തിൽ യോഗ്യൻ ആരണ്യ? പിശാച. ഈ കഴിവ് അവനെ ജനങ്ങളെ ഫിത്നയിലാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. കഴിവ് കൊടുക്കുന്നവൻ ആരാ? അള്ളാഹു. അതുകൊണ്ട് ആകാശത്തോട് അഥവാ അന്തരീക്ഷത്തോട് മഴ പെയ്യാൻ വേണ്ടി പറയുമ്പോൾ ദജ്ജാൽ പറഞ്ഞാൽ മഴ പെയ്യും, ഈ കാര്യത്തിൽ സംശയിക്കേണ്ട. ഇത് നേരത്തെ പഠിച്ചു വെക്കാത്തവരെന്ത് വിചാരിക്കും? ഇവനാണ് പഠിച്ചവൻ, അവൻ ഉൾപ്പെടും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവർക്ക് എല്ലാവരും സൗകര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കും. അവരുടെ ഭൂമിയാകെ മനോഹരമായി തളിർക്കും, മഴ പെയ്യും. വേറെ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നാൽ അവരവനെ സ്വീകരിക്കുകയില്ല. അവർക്ക് എല്ലാവിധ നാശവും അവൻ വരുത്തി വെക്കും. ഒരു ധനവും ഇല്ലാതെ അവരെ അവൻ ഹറാബാക്കി കളയും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയോട് അവൻ കൽപ്പിക്കും, നിന്റെ നിക്ഷേപങ്ങളെ പുറത്തെടുക്കുക എന്ന് ഭൂമിയോട് പറയും. റാണീച്ചയോട് തേനീച്ച പിൻപറ്റുന്നത് പോലെ അവൻ നടക്കുന്ന ഭാഗങ്ങളിൽ മുഴുവനും സ്വർണ്ണം വെള്ളിയും അവനോട് പിൻപറ്റിക്കൊണ്ടേ നടക്കും. എല്ലാ ധനവും അവന്റെ കയ്യിലായിരിക്കും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഹൂദിയ ഗ്രാമം എന്ന് നേരത്തെ തന്നെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്നായിരിക്കും ദജ്ജാൽ വരിക. യഹൂദിയ ഗ്രാമം എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട്.
ആ ഗ്രാമത്തെ കുറിച്ച് ഏകദേശ പണ്ഡിതന്മാർ പറയുന്നത് അത് അന്താക്കിയ ഗ്രാമമാണ് എന്നാണ്. അന്താക്കിയ ഗ്രാമം അറ്റ്ലസുൽ ഖുർആനിൽ അതിനെ കാണിക്കുന്നത് ഏകദേശം വരുന്നത് മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ ഒരു ഓരത്താണ് അന്താക്കിയ. ഏകദേശം തുർക്കിയുടെയും സിറിയയുടെയും ഒരു അതിർത്തിയാണ്. ഇസ്രായേലിനെ അടുത്ത് തുർക്കിയോടും സിറിയയോടെ ഇടയിലുള്ള ഒരു ഗ്രാമമാണ്, രണ്ടിന്റെയും അതിർത്തിയിൽപ്പെട്ട ഒരു ഗ്രാമമാണ് അന്താക്കിയ. ഈ അന്താക്കിയക്ക് ചില പ്രത്യേകതകളുണ്ട്. അന്താക്കിയാണ് ഖുർആനിൽ 2 സ്ഥലത്ത് വിമർശന വിധേയമായ ഗ്രാമം. ഈ അന്താക്കിയ ഗ്രാമം ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട ഗ്രാമം ഇതാണ് എന്നാണ് അഭിപ്രായം. ഇവിടെ 2 മഹാകർമ്മയോഗികളെ പുറത്താക്കിയിട്ടുണ്ട്. ഒന്ന് സയ്യിദ്ന മൂസ, ഒന്ന് സയ്യിദ്ന ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം. അവരെ ഭക്ഷണം ആവശ്യപ്പെട്ടു. ഒരു നല്ല വാക്ക് പോലും പറയാതെ ഓടിച്ചു. ഇവര് പോകുന്നതാകട്ടെ ഇൽമ പഠിക്കാനാണ്. ഇൽമ പഠിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ ഉമ്മത്തിന്റെ ബാധ്യതയാണെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ 2 ബാധ്യതയാണ്. ആലിമ മുത്തആലിമിനെ പഠിക്കേണ്ട ബാധ്യത, സമുദായത്തിന് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത. ഞാൻ ഇൽമ പഠിക്കാൻ വേണ്ടി നിങ്ങളെ പിന്നാലെ വരട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ്ന മൂസ. അപ്പൊ 2 വിജ്ഞാനത്തിന് യാത്ര ചെയ്യാം. അപ്പൊ ഈ യാത്രക്കിടയില് സമുദായത്തിന് ബാധ്യതയായ കാര്യം ഇവരുടെ കയ്യിൽ ഭക്ഷണം കൊണ്ടുവരാനും അവർ പുറത്താക്കി. ഇതാണ് അന്താക്കിയ. അന്താക്കിയയെ വിമർശിക്കപ്പെട്ട 2ാമത്തെ സ്ഥലം യാസീനിലാണ്. യാസീൻ ആകട്ടെ ഖൽബുൽ ഖുർആനാണ്. അതിൽ ഒരു ഗ്രാമത്തെ വിമർശിച്ച് പറയാണ്, ഒരു മനുഷ്യനെ ബഹുമാനിച്ചു പറയാം. വിമർശിക്കപ്പെട്ട ഗ്രാമം അന്താക്കിയാണ്. പ്രശംസിക്കപ്പെട്ട മനുഷ്യൻ ഹബീബുൻ നജ്ജാറാണ്. അദ്ദേഹം മരിച്ചിട്ടുമായെന്ന് പറഞ്ഞ മഹാനാണ്. അന്നാസുഹു ഹയ്യൻ വമയ്യിതൻ സ്വഹിബു യാസീൻ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അസ്ഹാബൽ ഖറിയ മുർസലീങ്ങൾ എന്നിവിടെ പറയുന്നത് ഏകദേശ പണ്ഡിതന്മാരുടെ എല്ലാം അഭിപ്രായം അത് തലാമീദു ഈസാന, ഈസാ നബിയുടെ ശിഷ്യന്മാർ എന്ന് അവരെ പറ്റിയാണ് ഇവിടെ മുർസലീങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. നാം അവർ മുർസലീങ്ങളല്ല, എന്നാൽ ബഹുമാനപ്പെട്ട ഈസാ നബിയിൽ നിന്ന് നിയോഗിതരായ ആളുകളാണ്. ഈ ആളുകൾ ഇൽമ പ്രചരിപ്പിക്കാൻ വേണ്ടി പോവുക. ഈസാ നബിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ജൂതന്മാർ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുരിശിൽ തറച്ചൊന്ന് പ്രചരിപ്പിച്ചത് ജൂതന്മാരാണ്. പിന്നീട് സെന്റ് പോൾ വന്നപ്പോൾ AD 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്രിസ്തീയത അതിൽ മുത്തബ്ബക്കായി പോയതാണ്. ഈ ഒരു വിഡ്ഢിത്തരം ക്രൈസ്തവ സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചത് സത്യത്തിൽ സെന്റ് പോളാണ്. സെന്റ് പോളാണ് കുരിശ് എന്ന ശിർക്കിന്റെ പ്രതീകം ക്രൈസ്തവ മതത്തിൽ കടത്തിക്കൂട്ടിയത്. ഈ പറയപ്പെട്ട 3 ആളുകൾ, അത് 2 അയച്ചു, പിന്നെ 3ാമത്തെ ആൾ, ഈ പറയുന്ന ആളുകൾ പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരാണ്. അതിൽപ്പെട്ട ആളാണ് സയ്യിദ്ന മത്താ റളിയല്ലാഹു അൻഹു. മത്താ എന്നാൽ മത്തായി, അദ്ദേഹം വലിയ ഈസാ നബിയുടെ പ്രഗൽഭ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് മത്തായി അഥവാ മത്താ റളിയല്ലാഹു. അദ്ദേഹം പിന്നെ 2 കൂട്ടുകാരും, അവരെയാണ് വളരെ ഭത്സിച്ചത് ആ നാട്ടുകാർ. ഈ നാടാണ്, അതാണ് ഖറിയത്തുൽ യഹൂദിയ, യഹൂദി ഗ്രാമമാണ്. ആലിമീങ്ങളെ പുറത്താക്കിയ അന്താക്കിയയിൽ നിന്ന് ദജ്ജാൽ പുറപ്പെടും എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവൻ എവിടുന്നോ വന്നിട്ട് അവിടുന്ന് ചാടലാണോ, അതല്ല അവിടെ തന്നെ കെട്ടിയിട്ടതാണോ, അള്ളാഹു ആയി നമുക്കറിയില്ല. ബാബിലുട്ട് എന്ന പ്രദേശത്ത് വെച്ചാണ് അവനെ ബഹുമാനപ്പെട്ട സയ്യിദ്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവനെ പിടികൂടുക, കൊലപ്പെടുത്തുക. അവിടെ വെച്ചാണ് അന്താക്കിയ ദജ്ജാൽ വരും, എന്നാൽ മദീനയെ കയറൂല. മക്ക, മദീന, ജബൽ തൂർ, മുഖദ്ദസ് ഈ സ്ഥലങ്ങളിൽ ദജ്ജാൽ കയറൂല. കാരണം മക്ക എന്ന് പറഞ്ഞ് ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ എന്നതാണ്. മദീന എന്നതിന്റെ പ്രത്യേകത ഇൽമിന്റെ ളിയാഫത്ത് സ്വീകരിച്ച സ്ഥലമാണ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിന്റെ ആ ഭൂമിയിൽ ഒരു സ്വർഗമുള്ളത്, സ്വർഗം ഇൽമാണ്. പിന്നുള്ള ഒരു സ്വർഗം ഇതാണ്. സ്വർഗം 2ആണ്. ഒന്ന് രജിസ്ട്രേഡ് സ്വർഗം, 2 എവിടെ ഉണ്ടാക്കാവുന്ന സ്വർഗം. രജിസ്ട്രേഡ് സ്വർഗം മാബൈന ഖബരി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പുണ്യ റസൂൽ. അല്ലാഹു അവിടേക്ക് നമ്മൾ എത്തിക്കട്ടെ, അല്ലാഹു അവിടേക്ക് നമ്മൾ എത്തിക്കട്ടെ, അല്ലാഹു അവിടേക്ക് നമ്മൾ എത്തിക്കട്ടെ. അല്ലാഹു ആ റൗളയിൽ പോയി ദുആ ചെയ്യാനും നിസ്കരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.